എങ്ങനെയുണ്ട് കൊച്ചി? ഗംഭീരമായിരിക്കുന്നു അല്ലേ? ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് നമ്മളെന്ന് അവകാശപ്പെടുമ്പോഴും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം ഏറെ പുറകിലാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ അത് നമുക്കറിയാം. നമ്മൾ മലയാളികൾ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും പരിസര ശുചീകരണത്തിന് ശ്രദ്ധ പുലർത്തുന്നില്ല. അവിടെ ഇവിടെയായി നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നു. ശുദ്ധമായ ജലം മലിനമാകുന്നു. വേസ്റ്റ് എടുക്കാൻ വരുന്ന ഹരിതകർമ്മസേനയ്ക്ക് ഒരു 150 രൂപ കൊടുക്കാൻ പോലും ആൾക്കാർക്ക് മടിയാണ്. എന്നിട്ട് വേസ്റ്റ് കിറ്റിലാക്കി അവിടെയും ഇവിടെയുമെല്ലാം കൊണ്ടുപോയി വലിച്ചെറിയുന്നു. നാട് വൃത്തികേടാക്കുന്നു. പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചാൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരുമെന്ന് അറിയാമെങ്കിലും പലരും അതും ചെയ്യുന്നു. വായുമലിനീകരണവും ശബ്ദമലിനീകരണവും എല്ലാം ഒരു പ്രശ്നം തന്നെ. കൊച്ചിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റങ്ങൾ കുറേയുണ്ടായി. എങ്കിലും ഇനിയും മാറ്റങ്ങൾ അനിവാര്യമാണ്. ശുചിത്വ കേരളം, സുന്ദര കേരളം. നാം എല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇവിടെ മാലിന്യമുക്തമാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ വരും തലമുറകൾക്ക് ഇവിടെ ജീവിതം ദുസ്സഹമാകും. ഇനിയും താമസിച്ചു പോയിട്ടില്ല. നമ്മൾ വിചാരിച്ചാൽ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ കൊച്ചിയും ഈ കേരളവും മാലിന്യമുക്തമാക്കാൻ നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് മുന്നോട്ടിറങ്ങാം.